അങ്ങനെയൊന്നും വേണ്ട, 3 ദിവസം ലീവ് ഉള്ളൂ. ഇങ്ങോട്ട് വാ. ഞാൻ ഒരുപാട് പെണ്ണെ കണ്ടതാ, പക്ഷെ ഒരു പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ സൗന്ദര്യം എനിക്ക് വല്ലാണ്ട് പിടിച്ച്. ഞാൻ ഈ സൗന്ദര്യത്തിനൊന്നും ഒട്ടും പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ സ്വഭാവം അതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യം സമ്മതിച്ചേക്ക. കള്ളു കുടിക്കൂല, സിഗരറ്റ് കളിക്കൂല, ഒരു ദുശീലും ഇല്ല. ഹൻസും വെക്കൂല. എന്തെന്റെ മുഖത്തേക്ക് വെക്കാത്ത? ഞാൻ പറഞ്ഞത് വിഷമായോ? അതല്ല, ഞാൻ ഈ പെൺകുട്ടികളുടെ മുഖത്ത് അധികം നോക്കാറില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കോളൂ, ഞങ്ങളെ ബീവിയല്ലേ. നോക്കട്ടെ, നോക്കും. നോക്ക് നോക്കാന്നോട്ട് തിരിഞ്ഞേക്ക്. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചിച്ചെടിയേ. തട്ടുപിട്ട് കളിക്കല് ഇപ്പൊ കൊളാക്കീരെ തന്നെ പോയാ കുളിക്കും രാവേറെയായി നെയ്യിൽ ചന്തം പാചാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. ഈ പാട്ടില് ജയറാം എന്ത് രസമായിട്ടല്ലേ മിമിക്രി ചെയ്തത്. നിനക്ക് മിമിക്രി ഇഷ്ടാണോ? എനിക്ക് മിമിക്രി ഒന്നും ഇഷ്ടമല്ല. മിമിക്രിക്കാരെ കാണുന്ന എനിക്ക് ഭയങ്കര ഇത് അറപ്പാ. എന്ന് വെച്ചാലേ 5 പൈസ ഉണ്ടാവില്ല, ഭയങ്കര ഗമിയായിരിക്കും. ഇഷ്ടാണ് അവരെ. അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അല്ല, ഞാനും മിമിക്രി കളിക്കൂ, കുറച്ചൊക്കെ കളിക്കൂ. മിമിക്രി കളിക്കോ? ചെറുപ്പത്തിലൊക്കെ. ഞങ്ങൾ ഏത് നാടിന്റെ സൗണ്ട് എടുക്ക? നടന്റെ അല്ല, മൃഗങ്ങളെ ഫിഗർ ആവൂലേ? അല്ലല്ല, സൗണ്ട് ഒച്ച. എന്നെ ഒന്ന് എടുത്താണ് കാണട്ടെ. ഇപ്പൊ തന്നെ വേണം? ഇപ്പൊ തന്നെ വേണം. 3 ദിവസം ലീവ് ഉള്ളൂ, അതാ. സാരമില്ല. ആദ്യമായി പട്ടി കുരക്കുന്ന സൗണ്ട്. പട്ടിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കും. ഭയങ്കര മിമിക്രിക്കാരനാ. ഉണ്ടാക്കിയ സൗണ്ട് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടാ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായല്ല, ഉപ്പ കണ്ടെത്തിയ ചെക്കൻ നല്ല ഫസ്റ്റ് ക്ലാസ് ചെക്കനാണെന്ന്. ഹൻസും വെക്കൂല. അതന്നെ ബാബാ, എല്ലാരും പൂച്ചേടി പട്ടിയുടെ ശബ്ദത്തിൽ കളിക്കാ. ബാക്കിയുള്ള ഉറക്കം കിട്ടിയില്ല. എല്ലാരും ഇറങ്ങിയ സംസാരിക്കാൻ സമയം ഇപ്പൊ പോണ്ടെന്ന് എന്റെ മിമിക്രി എനിക്ക് അത്രക്ക് പിടിച്ചാ. അല്ല, അവിടുത്തെ പട്ടി ചത്തിരിക്ക. നീ ഇങ്ങനെ ഉണ്ടാവുമ്പോ വേറെ തന്നെ മേടിക്കണ്ടല്ലോ. നിന്നെ കാണുമ്പോ എനിക്ക് ഇപ്പം ഗൾഫിലേക്ക് പോകാൻ തോന്നുന്നില്ല. 2 മാസം കൂടി ലീവ് എടുക്കിന്ന്. ലീവ് കിട്ടണ ഞാൻ കബീറോട് വിളിച്ച് ചോദിച്ചിട്ട് മടുത്ത. ഹലോ 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 കബീറേ. കബീറാണ്. ഞാനടാ, എടാ ഒന്ന് നോക്കടാ, ലീവിന്റെ അറബിയോട് പറഞ്ഞിട്ട് ഒന്ന് നോക്കടാ. അറബിയോട് കുറെ പ്രാവശ്യം പറഞ്ഞു, അയാൾ കേക്കട്ടെ. നീ പേടിക്കണ്ട, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്ന് നോക്കടാ. ആ ലീവ് നീട്ടി കിട്ടണ ഞാൻ നിന്നെ അപ്പൊ തന്നെ വിളിക്കാട്ടോ. ആ ശരി ഓക്കെ. അല്ലിക്ക, നിങ്ങളെന്താ ടി വി കൂടെ വർത്താനം പറയണത്? ഇത് ഫോണല്ലേ? ഇത് ഫോൺ 1 ലക്ഷം റുപ്യന്റെ ഫോണല്ലേ ഇത്? നീ ഇതൊന്നും കണ്ടില്ല? 1 ലക്ഷത്തിന്റെ ടി വി നിനക്കൊരു സാധനമൊക്കെ എവിടെ പോയി? ഇത് ടച്ച് സ്ക്രീൻ അല്ലേ? ടച്ചാ തൊട്ടാവും. നീ ടച്ച് സ്ക്രീനാ? ഇതിന് പറഞ്ഞ വേറൊരു പ്രത്യേകത. നമ്മളിത് വിളിക്കുമ്പോ ലൗഡ് ആയി കഴിഞ്ഞല്ലേ, ലൗഡ് സ്പീക്കർ ആയി കഴിഞ്ഞാൽ എത്ര ദൂരത്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അവിടെ കേൾക്കും, ക്ലിയർ ആയിട്ട് കേൾക്കും. കള്ളം പറയണ്ട. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ വിളിച്ചാ സുലൈമാനെ വിളിച്ചാരാവണമെങ്കിൽ നമ്മളെ ഗൾഫിലുണ്ട്, നമ്മളെ ക്ലോസ് ഫ്രണ്ടാ, റൂംമേറ്റാ. അടിക്കുന്നുണ്ട്, ഫോൺ അടിക്കുന്നു. ഇങ്ങോട്ടേക്കാ. ഹലോ. എന്തായി ഹലോ, എന്തായി? അതിന്റെ സുഖല്ലേ? കല്യാണം അടിച്ചു പൊളിച്ചില്ലേ? കല്യാണം അടിച്ച് തകർത്തില്ലേ? നമ്മൾ എന്താടാ, നമ്മള് നീ ഇല്ലാത്തോണ്ട് സ്മോൾ അടിക്കാനും പറ്റുന്നില്ല, ഒരു സംഭവം ഇല്ലാണ്ടിരിക്കല്ലേ. നമ്മളടിച്ച സ്മോള് മൊത്തം ഇവിടെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഞാൻ സങ്കടത്തിലിരിക്കാണ്. എടാ, നീ ആ കഞ്ചാവ് എവിടെ വെച്ച് കുറച്ചുണ്ടായിരുന്നല്ലോ? ഞാൻ ആ വീടിൽ തെറിച്ചിട്ട് വലിക്കാന്ന് വെച്ചപ്പോ കഞ്ചാവ് കാണാനില്ല. ഈ എടുത്ത് പോയാ? എനിക്ക്
എനിക്ക് രാവിലെ മോളടിച്ചില്ലെങ്കിൽ കൈ വറക്കണല്ലോ ഈ രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കണം എന്റെ കാര്യം. ഇന്ന് കാലത്ത് വലിയൊരു തമാശ ഉണ്ടായി. മറ്റേ ഫിലിപ്പീൻസുകാരില്ലേ ഓളും എന്റെ മറ്റേ ശ്രീലങ്കക്കാരും കൂടി പൊരിഞ്ഞ തല്ല നമ്മുടെ ഫ്ലാറ്റിന് മുമ്പില്. ശ്രീലങ്കക്കാർ 2 മാസം ഗർഭിണിയാത്ര. ഞാൻ തിരിച്ചു മാനം കെട്ടി. എന്തായാലും എന്റെ ഒരു ഭാഗ്യം മോനെ. എടാ ഇതേപോലെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഓളിത് അറിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ ആലോചിക്കരുത്. സ്പീക്കർ കംപ്ലൈന്റ് ആണെങ്കിൽ ഞാൻ നാളെ വിളിക്കാം. ഓൾ ദി മാരീഡ് ലൈഫ് ഹാപ്പി. എന്താ പറ്റേ? അയ്യോ വെള്ളടിക്ക് വെള്ളടിക്ക് അവള് മോഹം കിട്ടി. വെള്ളടിക്ക് എന്താ പറ്റിയ മോളെ? ഇയാളിനെ ചതിച്ചപ്പാ. ഇയാൾക്ക് ഗൾഫില് വേറെ പെണ്ണുങ്ങളുണ്ട്. സിഗരറ്റ് വലിക്കും, കള്ളടിക്കും, എല്ലാ ദുശീലങ്ങളുണ്ട് ഉപ്പ ഇയാൾക്ക്. പക്ഷെ ഹൻസ് വെക്കൂല. ആ ഫോണാണ് പഠിച്ചോന്റെ രൂപത്തിന് എന്റെ അടുത്ത് വന്നത്. ഇയാളിപ്പൊ മുഴുവൻ മോളെ ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് നാളെ രാവിലെ മുഴുകില്ലേ പോരെ? എന്താണ് നിങ്ങൾ മനസ്സിലല്ലേ? പാതിരാത്രിയിൽ നിന്നെ ഞാൻ ഇറക്കി പിടിക്കുന്നില്ല. നാളത്തെ ഫസ്റ്റ് വണ്ടിക്ക് ഈ പഞ്ചായത്ത് വിട്ടു പൊക്കോളാം. മനസ്സിലായ? അവന്റെ ഒരു പുയ്യാപ്പിളക്കങ്ങളിട്ട് വന്നേ. എത്ര കാശ് മുടക്കിട്ടൊക്കെ പ്രശ്നാക്കല്ലേ? ഓൻ പൊക്കോളൂ. ഇപ്പൊ സംസാരിക്കുന്ന ഹലോ. ആ കബീറാണ് കബീറാണ്. ആ കബീറേ, എടാ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ, ഒരു മാസത്തെ ലീവല്ലേ നീ ചോദിച്ചേ? നീ ഒരു ഉപകാരം കൂടി ചെയ്യണം. ഏ നാളെ രാവിലെ തന്നെ അങ്ങോട്ടുള്ളൊരു ഫ്ലൈറ്റ് റെഡിയാക്കി തരുമെന്ന് ചോദിച്ചേ. അപ്പൊ നീ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരണേ? പണിമുടൊന്നും ഇല്ലടാ, എല്ലാം ഡൈവേഴ്സ് കഴിഞ്ഞിട്ടാ വരുന്നത്.